ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഷാർജ ഷേക്ക് കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാമല്ലോ. വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 പഴം തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഗ്ലാസ് ഷാർജ ഷേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 പഴം എടുത്തിട്ടുണ്ട്. അത് ഇനി ചെറുതാക്കി തൊലി കളഞ്ഞതിന് ശേഷം ചെറുതാക്കി ഇങ്ങനെ ഉടച്ച് എടുക്കണം. മിക്സിയിലിട്ട് അടിക്കരുതിട്ട് ഇങ്ങനെ ഉടച്ച്. ഇത് ഇത്തിരി പഴുപ്പ് കുറവാണ്. അത് കാരണം ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉടയണമെന്നില്ല കേട്ടോ. നമുക്ക് ചെറുതാക്കി ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ അരിഞ്ഞ ശേഷം നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ കഴുകിയിട്ട് ഉടച്ചെടുക്കണം നന്നായിട്ട്. കയ്യിലോട്ട് കണ്ടെത്തുക അങ്ങോട്ട് നിരങ്ങ അധികം വേവാത്ത പഴയ കാരണം. അപ്പോൾ നന്നായി ഒന്ന് ഉടച്ച് കൈകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. അധികം പഞ്ചസാര ഇല്ല കേട്ടോ. അവനവൻ്റെ ഇഷ്ടത്തിന് കൂടുതൽ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ അതിലേക്ക് ചേർത്തത്. പിന്നെ അതിൽ കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞത് വറുത്ത കപ്പലണ്ടി ഉണ്ടായിരുന്നു, അത് ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറി വെച്ച് തണുത്ത പാലുണ്ട് കേട്ടോ. ആ പാല് വെള്ളം ഒഴിക്കാതെ തിളപ്പിച്ചാണ് അത് മിക്സ് ചെയ്യുക കുറേശ്ശെ കേട്ടോ. കട്ടപ്പാൽ ഉദ്ദേശിച്ചത് ആദ്യം, അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ സാധാരണ പാൽ ഉണ്ടാകുന്നത് തിളപ്പിച്ച് മിക്സാക്കി ആറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ കുറേശ്ശെ. ഇളക്കി മിക്സാക്കിയതിന് ശേഷം പഴത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ പാല് ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ പാലാക്കിയിട്ട് വെള്ളം പോലെ ആക്കരുത്. ഇങ്ങനെ കട്ടിയിലിരിക്കണം കേട്ടോ. അങ്ങനെ പഴം കൂടി വളർന്ന പോലെ കട്ടിയിൽ ഇരിക്കണം നമ്മുടെ ഷേക്ക്. അപ്പോൾ അത് കാരണം ആവശ്യത്തിനുള്ള പാല് ചേർക്കാവൂ. അപ്പോൾ എനിക്ക് പഴം നല്ല കട്ടി തോന്നി. അപ്പോൾ ഞാൻ ആ പാല് മുഴുവൻ ചേർത്തിട്ട് ഒരു കവർ 1/2 ലിറ്റർ പാല് ചേർത്തു. എന്നിട്ടൊക്കെ മിക്സാക്കി കട്ടി പാകമാക്കിയതിന് ശേഷം ഒരു പഴം കൂടി ഞാൻ ഉടച്ച് ചേർത്തു. അതിൽ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ഇതിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഒരു 2 ഗ്ലാസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറേശ്ശെ ഒഴിക്കുക. പിന്നെ നമുക്ക് കിക്കറ്റ് മിഠായി ഉണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു തവണ ഒഴിച്ചതിന് ശേഷം അത് ഇടയിലിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഷേക്ക് തയ്യാറാക്കിയത് ഒഴിച്ച് കൊടുക്കുക ഇടവിട്ടിട്ട്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് രണ്ടും നിറയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ പാല് തണുത്തതായാലും കുട്ടികൾക്ക് ദോഷമല്ല കഴിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനെ പാല് തിളപ്പിച്ചെടുത്ത് കേട്ടോ. പിന്നെ തണവുള്ളത് വായിക്ക് രസമായാലും കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പനിയും ചുമയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആയത് നന്നായി. അപ്പോൾ ഇത് 2 ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ക്രിക്കറ്റിൻ്റെ മിഠായി ഉണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചത് ഒന്ന് മുകളിൽ ഭാഗത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി കേട്ടോ, വറുത്തിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കപ്പലണ്ടിയാണ്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ഗ്ലാസ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് തന്നെ ഉണ്ടാവും ഷേക്ക്. അപ്പോൾ 2 ഗ്ലാസ് ഇപ്പോൾ ഞാൻ നിറച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ ക്രിക്കറ്റിൻ്റെ മിഠായി പൊടിച്ചതിട്ടു. പിന്നെ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിൻ്റെ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ഗ്ലാസ് ഷേക്കാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. എല്ലാവർക്കും ബൈ.